ചെക്ക് ചെയ്യൂ. ഓക്കേ സാറേ. ലാൻഡിങ്ങിന് തയ്യാറാണോ? തയ്യാറായി സാറേ. നന്ദി ശീതളെ. പാസഞ്ചറിനോടൊക്കെ ചെന്ന് പറ നമ്മളിപ്പോ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണെന്ന്. അങ്ങനെ എല്ലാവരോടും സീറ്റ് ബെൽറ്റും ധരിക്കാൻ പറ. ഓക്കേ സർ. കോഫി, സമൂസ, ഇത് തന്നെ. ചൂട് 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 അല്ല, ഇവിടെ എന്താ വല്ല ഭൂമി കുലുക്കം ഉണ്ടായോ? ഭൂമിയൊന്നും കുലുങ്ങിയതല്ല. ഞാൻ വിമാനം ഓടിക്കുമ്പോ ഒരു സുന്ദരി എന്റെ അടുത്ത് വന്ന് നിന്ന് കാഫിയും സമൂസയും തന്നപ്പോ അതെ ഞാൻ വിമാനം ഓടിക്കുന്ന കാര്യം മറന്നുപോയതാ. പൊളിക്കാട്ടോ. അതായത് എന്റെ ബുദ്ധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് പൈലറ്റ് ട്രെയിനിങ് തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ എനിക്ക് ചെയ്തത് ചൂട് ജിലേബിയും സമോസയും എല്ലാം വാങ്ങി തരണം. ഓക്കെ? ഞാൻ കാഫി മാത്രമല്ല സമൂസയും മേടിച്ചു തരാം. പക്ഷെ എന്നോടൊരു കാര്യം പറ, എനിക്ക് എങ്ങനെ പൈലറ്റ് ആവാൻ കഴിയും? ഡോക്ടർ ചട്ക പുതുതായിട്ടൊരു പ്ലെയിൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലെയിനിൽ തന്നെ ട്രെയിനിങ് എടുക്കാം. കൊള്ളാം, അടിപൊളി ഐഡിയ ആണല്ലോ. താങ്ക് യു. എനിക്ക് ചായയും ജിലേബിയും വാങ്ങി തന്നില്ല. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇതുപോലെ കഞ്ഞികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്താ? ഇതിന്റെ പേരാണോ വിമാനം? ഇതെന്ത് വിമാനം? എന്ത് കണ്ടാലും ഫ്ലൈറ്റ് ആണോ ചോദിക്കേ. അല്ല മാഷേ, ഇതൊരു പുതിയ തരം പ്ലെയിൻ ആണല്ലോ. ഇത് ജട്ക എയർവേസിന്റെ പുതിയ പ്ലെയിനോ? അപ്പൊ നിങ്ങൾ ഈ വിമാനത്തിന്റെ പൈലറ്റിനുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് തരുവോ? എന്റെ സുഹൃത്തുക്കളെ, മോട്ടു പത്തലു പൈലറ്റ് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഈ വിമാനത്തിന് 500 കിലോ ഭാരവും 3 മീറ്റർ നീളവുമാണുള്ളത്. ഇതിനകത്ത് 2 എഞ്ചിനുണ്ട്. നിങ്ങൾ അകത്ത് കയറിയാലുടൻ ഈ ചാവി ഇട്ട് വേണം സ്റ്റാർട്ട് ആക്കാൻ. സ്റ്റാർട്ട് ആയാൽ ഉടൻ തന്നെ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫ്ലൈറ്റ് പൊങ്ങാൻ തുടങ്ങും. ഞാനത് എങ്ങനെയാ പുറത്ത് മനസ്സിലാക്കും? ബ്രേക്ക് എവിടെയാണുള്ള പത്തലു ഒന്ന് പറ. എന്റെ അപ്പോ ഇവരൊരാളാണ് റിവേഴ്സ് ഗിയറിടാൻ പറഞ്ഞത്. പിന്നെ ഗീറ് മാറ്റിയോ? മുന്നോട്ട് മുന്നോട്ട്. അങ്ങനെ അല്ല, പുറകോട്ട്. എന്തായി കാണിക്കുന്നത്? ഞാൻ ഗീറിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങാൻ തുടങ്ങും. ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങിയല്ലോ. നമ്മള് പുറത്തടാ പത്തലു. അങ്ങനെ ഞാൻ പൈലറ്റ് ആയേ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നല്ലാതെ പരമ സുഖമല്ലേ. ചുമ്മാ പറയരുത്, നല്ല രസമുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കുവാണെങ്കിൽ ഫ്ലൈറ്റോ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് അങ്ങ് പൊക്കോളും. ആ ഫ്ലൈറ്റ് മുകളിലോട്ടും പോകും, താഴോട്ടും പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലെഫ്റ്റ്, അങ്ങനെ റൈറ്റ്, അങ്ങനെ ലെഫ്റ്റ്, അങ്ങനെ റൈറ്റ്, പിന്നെ അപ്പ്, പിന്നെ ഡൗൺ. സുഹൃത്തുക്കളെ, ഇനി എന്നോട് ചോദിക്കുന്നതിനേക്കാളും ഭേദം മുകളിലുള്ള ദൈവത്തോട് ചോദിക്കുന്നതായിരിക്കും. ഇത് താഴെ ഇറക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടെന്ന് വേഗം പറഞ്ഞു തോന്നേക്കേ. ഈ ഫ്ലൈറ്റ് എങ്ങനെ നിലത്തിറക്കണം എനിക്ക് പോലും അറിയില്ല. കാരണം അതിനു വേണ്ടിയുള്ള ഒരു സംഭവങ്ങളും ഞാൻ അതിൽ ചെയ്തിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതിൽ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ടേക്ക്. എന്തോന്ന് സീറ്റ് ബെൽറ്റ്? എന്റെ ബെൽറ്റ് ഉണ്ടോന്ന് തന്നെ എനിക്ക് പറയില്ല. എന്റെ അമ്മോ. ഡോക്ടർ ജട്ക, ഞങ്ങളെ ഒന്ന് താഴോട്ട് ഇറക്കൂ. എനിക്ക് വിമാനം ഓടിക്കണ്ടായേ. അതെ, പൈലറ്റ് ആയതൊക്കെ മതി. എന്നെ ഒന്ന് താഴെ ഇറക്കി വിട്ടാലേ വല്ല ഓട്ടോറിക്ഷയോ ട്രക്കൊക്കെ ഓടിച്ച് ജീവിച്ചോളാം. എന്റെ പൊന്ന് ജട്ക സാർ, എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ അടുത്ത് ഒരു ചുവന്ന ബട്ടൺ ഇല്ലേ? കണ്ടുപിടിച്ചു. ഞാനിത് അമർത്തി. ചുവന്ന ബട്ടൺ ഞാൻ അമർത്തി.
എന്താ അതിൽ അമർത്തിയത്? അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ചുമപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോ ഞാൻ ചെയ്യുന്ന പോലെ രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞങ്ങളുടെ പാവങ്ങളൊക്കെ മറക്കണമേ. ഞങ്ങൾ ഇത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ. ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താൻ എന്താണോ ഈ പറയുന്നത്? നിങ്ങൾ അമർത്തിയ ചുവന്ന ബട്ടണല്ലേ, അത് കാരണം ഇപ്പൊ അത് കാറായി മാറിയിരിക്കുകയാണ്. കാറിന് ആകാശത്തേക്ക് പറക്കാൻ കഴിയില്ലല്ലോ. വേണ്ട, വേണ്ട, വേണ്ട. ഡോക്ടർ ജഡ്ക സാറേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. അത് ശരി ശരി, ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളാ നീലബട്ടൺ കാണുന്നില്ലേ? അതെ. നീല കളർ ബട്ടണോ? അതെ ഉണ്ട്, പക്ഷെ ഞാനത് അമർത്തില്ല. എന്താ തൊടില്ലെന്നോ? ഇല്ല, ഞാനത് ചെയ്യില്ല. എനിക്കത് അമർത്താൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യൂ. ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചു. എന്റെ ദൈവമേ, ഞങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ. എടാ, താൻ വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നീലക്കറ ബട്ടണിൽ അമർത്തിയാൽ മാത്രമേ കാറ് പിന്നെയും പേരായി മാറുള്ളൂ. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നീല കളർ ബട്ടണിൽ അമർത്തിയേ മതിയാവൂ. ആ നീല ബട്ടൺ അമർത്തി നോക്കാം. ജഡ്ക സാറേ, ഒന്ന് രക്ഷിക്കേ. ഞങ്ങള് ഭൂമിയിലേക്ക് ഇറങ്ങി. ഡോക്ടർ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അവരെ പ്ലെയിൻ ഓടിപ്പിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞല്ലേ? ഞാൻ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തതേ പറയുന്നേ? അവര് തന്നെ എടുത്ത് ഓടിച്ചതല്ലേ. ഇതാ ഇപ്പൊ താഴോട്ട് വരും ഓടിക്കും. ഒന്ന് മാറി നിൽക്കട്ടെ ചേട്ടന്മാരെ. ഒന്ന് താഴേക്ക് ഇറങ്ങ്. എനിക്ക് എന്റെ ജിലേബി സമോസയും വാങ്ങി തരണം. നമ്മള് മരം മുറിച്ചു കേട്ടോ. എന്തായാലും പഴങ്ങൾ കിട്ടിയത് നന്നായി. വിശന്നിട്ട് കണ്ണ് മങ്ങുന്നു. ഓ, ഇവിടെ ജീവന് വേണ്ടി പോരാടും കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു തീറ്റ പ്രാന്ത. എന്താ 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 ഇത് എന്താ ഇത് എന്താ ഇത്? ഒന്നെങ്കിലും കിട്ടിയല്ലോ. ഹായ്, പഴുത്ത മാങ്ങന്റെ മണം. ഹായ്, ഇത് ചതിയാ. എടോ ടീച്ചറപ്പായി, അവിടെ നിൽക്ക്. നീ എന്താ കരുതിയിരിക്കുന്നത്? എന്റെ മാങ്ങ അടിച്ചു മാറ്റി പോവാന്നാണോ? രക്ഷിക്കണേ. ഐഡിയ. രക്ഷിക്കടാ, പത്തില് രക്ഷിക്കേ. ഈ ചുമപ്പ് ലൈറ്റ് എന്തിനാ കത്തുന്നത്? ഓ, എന്റെ പൊന്നു മോട്ടോ, ഇതിലത്തെ ഇന്ധനമൊക്കെ തീർന്നു എന്നാ തോന്നുന്നേ. ഇനി ഈ പ്ലെയിന് പോവില്ല. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് താഴെ ഇറക്കാൻ നോക്ക്. തീറ്റയെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ ഒന്ന് താഴെ ഇറക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒരു മാങ്ങ ഉണ്ടായിരുന്നത് അതും പോയി. എന്റെ ദൈവമേ, ഞാൻ ജീവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവൻ അപ്പോഴും തീറ്റയെ കുറിച്ചാണല്ലോ പറയുന്നേ. പത്തലു, നമ്മുടെ വിമാനം അങ്ങനെ താഴെ ഇറങ്ങിയടാ. എന്റെ ദൈവമേ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പത്തലു, നമ്മുടെ വിമാനം വേറൊരു വിമാനത്തിന്റെ മുകളിലാ. രക്ഷിക്കണേ. ഏയ്, ഇത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല. ഞാൻ ഫൈൻ അടിക്കും. എന്ത് ആകാശത്തിൽ കൂടെ പാർക്കിങ്ങിന് ചാർജോ? എന്തൊക്കെയാ അവൻ പറഞ്ഞിട്ട് പോകുന്നേ? രക്ഷിക്കണേ. 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 ഒരു അങ്ങനെ വിധത്തിൽ എങ്ങനെ രക്ഷപ്പെട്ടു. അതും അതെ എന്റെ അതെ, ബുദ്ധി കാരണം നമ്മള് കൊണ്ടാ രക്ഷപ്പെട്ടേ. ഇപ്പൊ ശരിക്കും രക്ഷപ്പെട്ടു. രക്ഷിക്കണേ. ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണേ. ആരുമില്ലേ? രക്ഷിക്കണേ. പണ്ടുള്ളവര് പറഞ്ഞതൊക്കെ ശരിയാണ്. അറിയാത്ത പിള്ള ചൊറയും പറയുന്നു. എന്നാലും നമ്മള് രക്ഷപ്പെട്ടു. നമ്മുടെ അവസ്ഥ ഇപ്പൊ അതാ. मोटू पतलू पतलू मोटू पतलू पतलू मोटू पतलू पतलू